ഇന്നത്തെ നമ്മുടെ ഐറ്റം റേഷൻ അരി വെച്ച് ഒരു വെജിറ്റബിൾ ബിരിയാണിയാണ്. ചേരുവകൾ: കുറച്ച് അണ്ടിപ്പരിപ്പ്, മുന്തിരിങ്ങ, ഏലക്ക, പട്ട എല്ലാം കൂടെ ഒരിത്തിരി, ഒരു സവാള ചെറുതായിട്ട് അരിഞ്ഞത് നീളത്തിന്, ഒരു തക്കാളി ചെറുതായിട്ട് അരിഞ്ഞത്, 2 പച്ചമുളക്, ഒരു ചെറിയ ക്യാരറ്റ്, 2 ബീൻസ്. ഈ അരി നമുക്കൊരു 5-6 വെള്ളത്തിൽ കഴുകി കൊണ്ടുവരാം. നമുക്കിനി ഈ അരി ഒന്ന് വേവിക്കാം. ഈ അരി വേവിക്കാൻ വെക്കുമ്പോൾ അതിനകത്ത് കുറച്ച് നെയ്യും കൂടെ ആഡ് ചെയ്ത് കൊടുക്കണം. അരി വേവിക്കുന്നതിനകത്തോട്ട് നമുക്ക് കുറച്ച് നെയ്യും കൂടെ ഇട്ട് കൊടുക്കാം. റേഷൻ അരി ആയതുകൊണ്ട് ഒട്ടാതിരിക്കാനാണ്. അരി വെന്തിട്ടുണ്ട്. ഇനി നമുക്കിത് അടച്ച് വെള്ളമൊക്കെ തോത്തി കൊണ്ടുവരാം. ബിരിയാണി ശരിയാക്കാനായിട്ട് നമ്മളൊരു പാത്രം വെച്ചിട്ടുണ്ട്. അതിനകത്തോട്ട് കുറച്ച് നെയ്യ് ഒഴിക്കും. സവാളയൊന്ന് ബ്രൗൺ നിറമാവുന്നത് വരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഉള്ളിയൊന്ന് ബ്രൗൺ നിറമാവാനായിട്ട് നമുക്കൊരു ശകല പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കാം. ഉള്ളി ഒന്ന് സെറ്റായിട്ടുണ്ട്. ഇനി നമുക്ക് അത് കോരി ഒരു പാത്രത്തിലേക്ക് വെക്കാം. ബീൻസ്, ക്യാരറ്റും കൂടെ ഇട്ട് കൊടുക്കാം. ഇളക്കി കൊടുക്കാം. സെറ്റായിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് കോരി മാറ്റാം. തക്കാളി കോരി മാറ്റിയതിനകത്തോട്ട് തക്കാളിയും പച്ചമുളകും ഇട്ട് അതൊന്ന് വഴറ്റിയെടുക്കാം. തക്കാളി പച്ചമുളക് ഇവിടെ സെറ്റായിട്ടുണ്ട്. അത് നമുക്കൊന്ന് കോരി മാറ്റാം. പരിപ്പ്, മുന്തിരിങ്ങ, പട്ട ഇത്ര ഇട്ട് കൊടുക്കാം. സവാള ഇട്ട് കൊടുക്കാം. ബിരിയാണിയുടെ മസാലക്കൂട്ടാണ് നമ്മളിവിടെ തയ്യാറാക്കുന്നത്. അര സ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. നമുക്ക് ഉപ്പിട്ട് കൊടുക്കാം. പെട്ടെന്ന് വാടി വരാനായിട്ട് നമുക്ക് മഞ്ഞൾപ്പൊടി ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. ചതച്ചത് നമുക്ക് അതിലോട്ട് ഇട്ട് എന്നിട്ട് നല്ലപോലെ ഇളക്കി കൊടുക്കാം. ഒരു 1.5 സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കും. ഒരു സ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കും. നമ്മൾ ഒരു അര സ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ട്. ഒരു ശകലം കൂടെ ഇട്ട് കൊടുക്കാം. മസാലപ്പൊടി ഒരു 1.5 സ്പൂൺ മസാലപ്പൊടി ഇട്ട് നല്ലപോലെ ഇളക്കി കൊടുക്കുക. ഒരു അര സ്പൂൺ ചിക്കൻ മസാലപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുക. ചോറ് കൊടുക്കുക. ചോറിട്ടിട്ടുണ്ട്. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് പരത്തി കൊടുക്കാം. അതിൻ്റെ മുകളിലോട്ട് നമുക്ക് ഈ എല്ലാം ചേർത്ത് കൊടുക്കാം. കുറച്ച് നെയ്യും കൂടെ ഒഴിച്ച് കൊടുക്കും. ശരിയാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് നേരം ഒന്ന് അടച്ച് ചെറിയ തീയിലൊന്ന് ആവിയേറ്റിയെടുക്കാം. ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. സൂപ്പർ ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്യണം.
സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം.